ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്തിരിവള്ളി പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മുന്തിരിയിൽ കായ്ക്കലുണ്ട് എല്ലാ വർഷവും. അപ്പോൾ മൂന്നാമത്തെ വർഷമാണ് കേട്ടോ അത്. നമ്മൾ ആദ്യം പ്രൂൺ ചെയ്യണില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ 2 വള്ളി നമ്മൾ മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ തളിരില വന്നിട്ട് പൂക്കണുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ പയറൊക്കെ ഉണ്ടായതിൽ നിറയെ ചായ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേപ്പെണ്ണയും വെളുത്തുള്ളി മിശ്രിതം നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 തവണയൊക്കെ ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച്, അപ്പോൾ ഇന്ന് വീണ്ടും കുറച്ചും കൂടി പയർ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. മീറ്റർ പയറായിരുന്നു, പക്ഷെ ചിലതൊന്നും എന്താണെന്നറിയില്ല, നീളം അത്ര വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ പയർ പൊട്ടിക്കണം കാത്തിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു പയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ ചീര വിത്തൊക്കെ പാകി കൊണ്ടുണ്ടായിരുന്നു ഒരു ചട്ടിയിൽ. അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മുളക്, അത് കാന്താരി, വെള്ളക്കാന്താരി മഞ്ഞക്കാന്താരിയാണ് വാങ്ങി വെച്ചത്. പക്ഷേ ഇനി പഴുക്കുമ്പോഴാണോ നിറം മാറി വരിക എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിറയെ പൂവിട്ടിട്ട് കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴുക്കണ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ വേറെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കുറ്റിപ്പയർ വിതച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുളച്ചിട്ടുണ്ട്. നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് വഴുതന തൈയും തക്കാളി പച്ചമുളക് അതൊക്കെ വെച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല, പിടിച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ പിന്നെ ആ മഴയത്ത് നന്നായിട്ട് തന്നെ തൈകളൊക്കെ അവിടെ നിന്നിട്ടുണ്ട്. നമ്മൾ പടവലത്തിൻ്റെ വിത്തും കൂടി ഒരു ചാക്കിൽ നട്ട് കൊടുക്കുന്നുണ്ട്. മുളയ്ക്കുകയാണെങ്കിൽ നല്ല തൈ നോക്കിയിട്ട് നമുക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറം മാറിയതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറ്റിക്കുരുമുളകാണ് പിന്നെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കാരണം പഴുത്തിട്ടുമില്ല. അതാണെങ്കിൽ കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം പറിക്കാൻ വയ്യ, മൂപ്പെത്തിയോ എന്നുള്ളത് അറിയാൻ പറ്റണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.